അപ്പോൾ നമ്മളെ കെമിക്കൽ കൈനറ്റിക്സിൽ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിവിടെ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് ഈ പാഠത്തിന് അങ്ങ് തീർത്ത് കളയാം. ഓക്കെ. ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ, ഏതൊരു ഹൈഡ്രോ കാർബൺ ഉണ്ട് അത് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. ഫോളോസ് ദി ഇക്വേഷൻ കെ ഈസ് ഇക്വൽ ടു നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് 4.5 × 10⁻11 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്താണ്, ഇത് ഫസ്റ്റ് ഓർഡറാണ്. കാരണം എനിക്ക് ഈ യൂണിറ്റ് കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. e⁻28,000 കിലോ അല്ല കെൽവിൻ പെർ എന്താണ് ഇത് ടി എന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ല. കാൽക്കുലേറ്റ് ദ ആക്ടിവേഷൻ എനർജി ഇ എ. അപ്പോൾ നമ്മളെ കമ്പയർ ദ ഗിവൺ ഇക്വേഷൻ വിത്ത് അരീനിയസ് ഇക്വേഷൻ ഏതാ, കെ ഈസ് ഇക്വൽ ടു എ e⁻(-CA/RT). ഇവിടെ എന്തോ ഒരു കമ്പയർഷൻ പോലെ തോന്നുന്നത്, കാരണം ഇവിടെ ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കമ്പയർ ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു ദ അരീനിയസ് ഇക്വേഷൻ കെ ഈസ് ഇക്വൽ ടു എ e⁻(-CA/RT). അപ്പോൾ അവൈലബിൾ ഡാറ്റ പ്രകാരം കെ ഈസ് ഇക്വൽ ടു എന്താണ് കെ അപ്പോൾ എന്താ സെയിം ആയി 4.5 × 10⁻11. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന 4.5 × 10⁻11 ആണ്. ഈൻ്റെത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു -28,000 ഉണ്ട്. അപ്പോൾ അത് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ -CA/RT വാല്യൂ ആണ് ഇവിടെ ഏതെന്ന് പറയുന്നത് -28,000. യെസ്, നമുക്ക് കിട്ടി. -EA/RT ഈസ് ഇക്വൽ ടു എന്താണ് -2800 എന്താണ് /T. കാരണം എന്താ ഇവിടെ K/T എന്ന് പറയുന്നുണ്ട്. എടുപ്പോൾ ഇതാ K/T എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ ടിയും ഇവിടുത്തെ ടിയും ക്യാൻസൽ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും, ഇവിടുത്തെ ഒരു മൈനസ് കട്ട് ചെയ്യുക. അപ്പോൾ ഇ ഈസ് ഇക്വൽ ടു ആറിന് അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ 28,000 × 6. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്താ, ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എനർജി ആയതുകൊണ്ട് എനർജീൻ്റെ ടേംസിൽ 8.314. അപ്പോൾ എന്താ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 232792 ജൂൾ കെൽവിൻ പെർ മോള്. അല്ലെങ്കിൽ എന്താണ് ഇത് ഇനി നമ്മൾ എന്താണ് നമ്മളെ നമ്മളെ കിലോ ജൂൾസിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താ ഒരു ഈ പറഞ്ഞ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 232.792 കിലോ ജൂൾ പെർ മോൾ. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചു. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അടുത്തൊരു ക്വസ്റ്റ്യന് ഈ പറഞ്ഞാൽ അത് കുറച്ച് ചെയ്യാനുണ്ട്. എന്താ പറയുക, ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ അവിടെ ഓൾറെഡി ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നുണ്ട്. ഡീകമ്പോസിഷൻ ഓഫ് H2O2. അവിടെയും ഡീകമ്പോസിഷൻ ആണ്. H2O2 നമ്മുടെ ഡീകമ്പോസായിട്ട് മാറുന്നുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ലോഗ് കെ ഈസ് ഈക്വൽ ടു 14.34 - 1.25 × 10⁻4 എന്നാണ് K/T. കാൽക്കുലേറ്റ് ഇ എ ഫോർ ദിസ് റിയാക്ഷൻ ആൻഡ് വാട്ട് ടെമ്പറേച്ചർ വിൽ ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ് ബി 256 മിനിറ്റ്സ്. ഇതിൻ്റെ ഈ റിയാക്ഷൻ്റെ അതായത് ആക്ടിവേഷൻ എനർജിയും കണ്ടുപിടിക്കണം. പിന്നെ 256 മിനിറ്റ്സിൽ എന്തായിരിക്കും ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയേണ്ടതല്ല. ഹാഫ് ലൈഫ് 256 മിനിറ്റ്സ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ എ പാർട്ട് ക്വസ്റ്റ്യന് കണ്ടുപിടിക്കേണ്ടിയിട്ട് കാൽക്കുലേഷൻ ഓഫ് ഇ എ അത് ചെയ്യുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ദ അരീനിയസ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു എ e⁻(-CA/RT). അപ്പോൾ നമുക്കൊരു എന്താണ് രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കുന്ന സമയത്ത് ലോഗ് കെ ഈസ് ഈക്വൽ ടു രണ്ട് സൈഡ് ബോത്ത് സൈഡ്സ് ടേക്കിംഗ് ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു, അതായത് ഇപ്പോൾ ലോഗ് ഓഫ് എ ഇൻറ്റു എന്താണ് e⁻(CA/BA/RT) ആണ്. അപ്പോൾ ഇത് എന്താണ് ലോഗ് ഇതിപ്പോൾ ലോഗ് എന്താണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി പറയാം, ലോഗ് എ ഇൻറ്റു ബി ആണ്. അപ്പോൾ എന്താ ഇത് നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാൻ പറ്റും. വാട്ട് ഈസ് ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലോഗ്. അപ്പോൾ ഈ രണ്ടിനും ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ലോഗ് എ എന്താണ് ഇവിടെ പ്ലസ് ലോഗ് ഓഫ് -EA/RT. അപ്പോൾ എന്താ ഈ പറഞ്ഞ ഇത് ഓക്കെ എന്നോട് ഇവിടെ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ e⁻², അപ്പോൾ അതായത് ലോഗ് ഓഫ് e⁻² ഈ പറയുന്ന ഇതാ ലോഗിനുള്ളിൽ e⁻² ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഈ ലോഗും ഈ എക്സ്പോണൻ്റ് നമ്മൾ ശത്രുക്കൾ. അപ്പോൾ ഈ രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താ അങ്ങനെയാണ് ഈ പറയുന്ന ഇവിടെ ലോഗ് വരാത്തത്. ഇവിടെ ലോഗ് വന്നു ഇവിടെ ലോഗ് വരാത്ത കാരണം ഇവിടെ എക്സ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ എക്സ്പോണൻറ്റിനെ ലോഗ് എടുക്കുന്ന സമയത്ത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. ഇവിടെ ബാക്കി പിന്നെ എന്താ ഇല്ലത്, അതായത് ഈ പറഞ്ഞ ലോഗ് ഓഫ് e⁻x എന്ന് പറയുന്നത് എക്സ് ആണ്. കാരണം ലോഗും ഇതും കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ എക്സ് ബാക്കിയുള്ള ഫംഗ്ഷനെ ബാക്കിയായി പോകും. അതാണ്. അപ്പോൾ ഇവിടെ ഒരു -EA/RT ഉണ്ട്. അതാണ് -EA/ എന്താണ് ഈ പറയുന്ന നാച്ചുറൽ ലോഗിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിപ്പോൾ ln ആണ് നമ്മളെടുത്ത്. അതിനെ നാച്ചുറൽ ലോഗ് 10ലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത്രയും RT. അതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ലോഗ് കെ ഈസ് ഈക്വൽ ടു നമ്മൾ തന്ന ഇക്വേഷനിൽ ലോഗ് കെ ഈസ് ഈക്വൽ ടു 14.34 - 1.25 × 10⁻4 K/T. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇപ്രാവശ്യം നമുക്ക് കമ്പയർ ചെയ്യണോ. അപ്പോൾ ലോഗ് കെ പിന്നെ ലോഗ് എൻ്റെ സ്ഥാനത്ത് എന്തുണ്ട് 14.34 ഉണ്ട്.
പിന്നെ EA/2.303 RT. അതിൻ്റെ പകരം എന്തായാലും ഇപ്പോൾ ഇത്രയും പറഞ്ഞ ക്വാണ്ടിറ്റി അത് ആക്ച്വലി ഇവിടുത്തെ മൈനസ് ഇത് മൈനസ് ആയിരുന്നു. അപ്പോൾ ഈ മൈനസ് കട്ടായിപ്പോൾ ഇവിടുത്തെ ഒരു മൈനസ് ഇങ്ങനെ, പിന്നെ ഇവിടെ ഒരു മൈനസ് ആയില്ലത്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതിപ്പോൾ എഴുതുന്ന സമയത്ത് എന്തായാലും ഇത് കട്ടായി പോകുന്ന അറിയുന്നുണ്ട്. അവരെന്തായാലും ഇവിടെ അത് എഴുതിയിട്ടില്ല, മൈനസ് അതിനെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.25 × 10⁴ K/T പിന്നെ ഇവിടെ ഒരു RT ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു T ഉള്ള സമയത്ത് ഈ ടിയും ഡിയും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്താണ് EA കണ്ടുപിടിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താ ചെയ്തത്, ഈ 2.303 അങ്ങോട്ടേ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ EA = 1.25 × 10⁴ × 2.303 × 8.314 എന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് എനർജി. അപ്പോൾ എന്താ ഇത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ അടിക്കുക, വാല്യൂ കിട്ടു 23.93 × 10⁴. അല്ലെങ്കിലോ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, 23.93 × 10³ എന്താണ് 10. അപ്പോൾ ഈ 10³ എന്തായിക്കോളും, 10³ കിലോ ജൂൾ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 23.93 × 10 അപ്പോൾ എന്താ 239.3, ഓൾമോസ്റ്റ് ഒരു 239 കിലോ ജൂൾ. ഈ കിലോ ജൂൾ എങ്ങനെയാണ് വന്നത്, ഈ 10³ കൊണ്ടാണ്. അപ്പോൾ എന്താ കിലോ ജൂൾ പെർ മോള്. അപ്പോൾ അങ്ങനെയായിരിക്കും ക്വസ്റ്റിന് ആൻസർ വരിക. ഇത് നിങ്ങൾ ഈ കിലോ ജൂളിലേക്ക് മാറ്റണമെന്നില്ല, ഇവിടെ തന്നെ ആൻസർ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 23.93 × 10⁴ കിട്ടുന്ന ആൻസർ അപ്പോൾ എന്തായിരിക്കും ജൂളിലായിരിക്കും. അത് നിങ്ങൾ ആലോചിക്കുക, ജൂളിൽ ആയിരിക്കും കിട്ടുന്നത്, അല്ലാണ്ട് കിലോ ജൂളിലല്ല ആൻസർ കിട്ടുക. നമ്മൾ ജൂളിലായിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടാവുക. അതിന് നമുക്ക് വേണ്ടിക്കില്ല നമ്മൾ കൺവേർഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, കിലോ ജൂളിലേക്ക് പെർ മോളിലേക്ക് മാറ്റാം, അത്രയല്ല. അല്ലാണ്ട് ഇത് എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നുമില്ല. ഇത് എഴുതിയിട്ടില്ല മാർക്ക് അര മാർക്ക് കുറച്ച് കളയുന്നില്ല. ഇവിടുത്തെ വരെ എഴുതിയാലും എന്തായാലും എൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. യൂണിറ്റ് കൺവേർഷൻ ഓരോരുത്തർ ഇഷ്ടമാണ്. എനിക്ക് വേണ്ടിക്കൽ കൺവേർട്ട് ചെയ്യാതിരിക്കുക, എനിക്ക് ജൂളിൽ തന്നെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഫൈഡ് എൻ്റെ ഒരു ഈ ജൂളിൽ സാധനം കിട്ടുന്നതാണ് പ്രധാനം, അല്ലാണ്ട് കിലോ ജൂളിലേക്ക് മാറ്റിയനോ മില്ലി ജൂളിലേക്ക് മാറ്റിയനോ അതിലൊരു പ്രസക്തിയൊന്നുമില്ല. ഈ ഫൈനൽ ആൻസർ ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ അത് മതി, നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഈ 2 ക്വസ്റ്റിനോട് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു പാർട്ട് 1-ലാറ്റോ. ഇവിടെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ പേജ് നയിക്കുന്ന സമയത്ത് ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി കാണുന്നുണ്ട്. ഓക്കെ, ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. വൈ ഡസ് ദ റേറ്റ്, അതായത് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യന്, വൈ ഡസ് ദ റേറ്റ് ഓഫ് എനി റിയാക്ഷൻ ജനറലി ഡിക്രീസസ് ഡ്യൂറിങ് കോഴ്സ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന് മുന്നോട്ട് പോകും തോറും റേറ്റ് ഓഫ് റിയാക്ഷൻ കുറഞ്ഞു പോകും. അതെന്തുകൊണ്ടാണ്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻസ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അതായത് A+B ഗിവിങ് C ആണെങ്കിൽ ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നതോറും റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്നതോറും ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടാണല്ലോ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ഡിക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. സോ അതാ പറയുന്നത് നമ്മളെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഏത് റിയാക്റ്റൻ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർവേഡ് റിയാക്ഷനിൽ ഇത് എന്താ പറയുക, റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും അത് ഏതിനെ ബാധിക്കുന്നുണ്ട്, നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷനെ ബാധിക്കുന്നത്. അപ്പോൾ എന്താ കൂടുതൽ പ്രൊഡക്റ്റ് ആകും തോറും നമ്മൾ റിയാക്ഷനെ മെല്ലനെ സ്ലോ ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് സോ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഓൾസോ ഡിക്രീസസ്. ഇത് ആക്ച്വലി കുറച്ച് കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലാക്കിക്കേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുമെന്നുള്ളതല്ല. നമ്മൾ ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന അറിവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കോൺസെപ്റ്റൊക്കെ നല്ലോണം മനസ്സിലാക്കുമെന്നുള്ളത്. എന്തുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയുന്ന ഒരു എന്ന് പറയേണ്ടത് റിയാക്ഷന് മുന്നോട്ട് പോകുന്നവർ എന്തുകൊണ്ട് പറയുന്നത്, ആ വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ്. നമ്മളിങ്ങനെ വൈ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് റിയാക്ഷൻ നടക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടെ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. ഒന്നിക്ക് നമ്മളെ സാർ അടുത്തല്ല നമ്മളെ അടുത്ത് തന്നെ. അങ്ങനെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴാണ് നമുക്ക് നമ്മളൊരു മൈൻഡ് മര്യാദ പ്രോസസ്സ് ആവും. അടുത്തൊരു ക്വസ്റ്റ്യന് തെർമോഡൈനമിക് ഫീസിബിലിറ്റി, അതായത് തെർമോഡൈനമിക്കലി റിയാക്ഷൻ നടക്കേണ്ട സാധ്യത ഓഫ് എ റിയാക്ഷൻ അലോൺ കനോട്ട് ഡിസൈഡ്. അതിന് മാത്രം റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിസൈഡ് ചെയ്യാൻ പറ്റൂല. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൺ എക്സാമ്പിൾ. തെർമോഡൈനമിക്കലി ദ കൺവേർഷൻ ഓഫ് എ ഡയമണ്ട് ടു ഗ്രഫൈറ്റ് ഈസ് ഹൈലി ഫീസിബിൾ. തെർമോഡൈനമിക്കലി പറയുകയാണെങ്കിൽ ഡയമണ്ട് ഗ്രഫൈറ്റ്, കാരണം ഗ്രഫൈറ്റ് എന്ന് പറയുന്നത് തെർമോഡൈനമിക്കലി ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻ്റ് ആണ്, മോസ്റ്റ് സ്റ്റേബിൾ അലോയ് ഓഫ് അലോയ് എന്നല്ലല്ലോ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ ആണ്. പക്ഷേ എന്താണ്, ബട്ട് ദിസ് റിയാക്ഷൻ ഇസ് വെരി സ്ലോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആക്ടിവേഷൻ എനർജി ഇസ് ഹൈ. അപ്പോൾ പറഞ്ഞിരുന്ന ചുരുക്കം വളരെ കുറവാണ്. തെർമോഡൈനമിക് ഫീസിബിലിറ്റി മാത്രം നോക്കിയിട്ടല്ല നമ്മൾ റിയാക്ഷൻ്റെ റേറ്റ്, അതായത് എത്രത്തോളം സ്പീഡിലാണ് പോകുന്നത് അറിയാം, ആക്ടിവേഷൻ എനർജി കൂടി നോക്കും. ആക്ടിവേഷൻ എനർജി വല്ലാണ്ട് ഹൈ ആണെങ്കിൽ റിയാക്ഷൻ പെട്ടെന്നൊന്നും നടക്കില്ല. അതായത് വലിയൊരു മല കയറാനാണെങ്കിൽ നമ്മൾ മെല്ലനെല്ലാം നമുക്ക് പോകാനാവും. ഇപ്പോൾ പെട്ടെന്നൊരു ചെറിയൊരു ഏകരം പോലത്തെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് അപ്പുറത്തെത്താം, നമ്മൾ അപ്പുറത്തെ മലേൻ്റെ അപ്പുറത്തെ സൈഡിലെത്താം. വലിയ മൗണ്ട് എവറസ്റ്റ് പോലത്തെ മലയിലാണെങ്കിലോ അതാണ് നമ്മളെ മറ്റേ ആക്ടിവേഷൻ എനർജി എങ്കിൽ നമ്മളെ മെല്ലനെ നമ്മൾ എനർജി കൺസർവ് ചെയ്ത് എനർജി സേവ് ചെയ്ത് ഇവിടെ തമ്മിൽ എത്തിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്
തെർമോഡൈനമിക് ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ കനോട്ട് അലോൺ ഡെറ്റർമൈൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ അതായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ റിയാക്ഷന്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. വൈ കാൺ മോളിക്കുലാരിറ്റി ഓഫ് എനി റിയാക്ഷൻ ബി ഈക്വൽ ടു 0? ഇത് കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ എന്താ, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ എലമെൻ്ററി സ്റ്റെപ്പ്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു എലമെൻ്ററി സ്റ്റെപ്പിൽ നടക്കുന്ന, ഒരു എലമെൻ്ററി റിയാക്ഷനിൽ നടക്കുന്ന എന്താണ്, മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഫോർ ദിസ് വി റിക്വയർ അറ്റ്ലീസ്റ്റ് വൺ സിംഗിൾ മോളിക്യൂൾ ലീഡിങ് ടു എ വാല്യൂ ഓഫ് മിനിമം മോളിക്കുലാരിറ്റി ഓഫ് 1. എടോ, റിയാക്റ്റൻ്റ്, അതായത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ പിന്നെ റിയാക്ഷൻ നടക്കുള്ളൂ. അതല്ല അതിൻ്റെ ചുരുക്കം എന്ന് പറയേണ്ടത്. എ പ്ലസ് ബി ഗിവിങ് സി. ഇത് ഇപ്പോൾ എയും ഇല്ല ബിയും ഇല്ല, പിന്നെ എങ്ങനെ സി കിട്ടുക, പിന്നെ സിയും ഇല്ല. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്റ്റോറി. അപ്പോൾ എന്താ, ഇത് മോളിക്യൂൾസ് ഇല്ലെങ്കിൽ മോളിക്കുലാരിറ്റി ഇല്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ക്യാൻ നെവർ ബി ഈക്വൽ ടു 0. ഓർഡർ 0 ആവും, പക്ഷേ മോളിക്കുലാരിറ്റി 0 ആയിക്കൂടാ. എന്തുകൊണ്ട് ഈ പറയുന്നത്, അപ്പോൾ നമ്മൾ റിയാക്ഷൻ നടക്കൂല പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന നമ്മൾ ഈ ഒരു ചാപ്റ്ററിലു. ഇവിടെ എന്തുണ്ടല്ലോ, വൈ ഇൻ റെഡോക്സ് റിയാക്ഷൻ ഓഫ് ടൈട്രേഷൻ ഓഫ് KMnO4 വാസ് ഓക്സാലിക് ആസിഡ്, വി ഹീറ്റ് ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ റിയാക്ഷൻ. അപ്പോൾ നമ്മളിതെന്തിനാണ് ചെയ്തത്, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് എന്ന് പറയുമ്പോൾ വി ഇൻക്രീസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഓക്സാലിക് ആസിഡിനെ ചൂടാക്കുന്നത്, അതായത് ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് നമ്മൾ ഗ്യാസ് ബേണറിൽ വെച്ചിട്ട് ചൂടാക്കുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ മര്യാദയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം.